പ്രൈസ് ലോർഡ്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തിമോത്തിയോസിൻ്റെ പുസ്തകം 1-ാം ലേഖനം അതിൻ്റെ 1-ാം വാക്യത്തിൽ കർത്താവ് 2-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോഴും പറയാൻ പോകുന്നത്. കർത്താവിൻ്റെ പൊരുൾ മോഷ്ടിക്കരുത്. ആമേൻ. കർത്താവ് എനിക്ക് ആളെ കാണിച്ചു തരുന്നുണ്ട്, പേരും പറഞ്ഞു തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവഴി പറയുന്നില്ല. അങ്ങനെ എന്താണ് പറയുക, പറഞ്ഞാൽ അത് ലോകത്തൊരു അപവാദമായി പോകും, അല്ലെങ്കിൽ ഒരു അപമാനമായി പോകുമെന്നാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾ കർത്താവിൻ്റെ പൊരുൾ മോഷ്ടിക്കുന്നത് നിർത്തുക. അത് നിർത്തിയാൽ നിങ്ങൾക്ക് കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും ഉണ്ടാകുമെന്ന്, കനിവും അതായത് ദയയും ഉണ്ടാകുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കും നിങ്ങളുടെ തലമുറയ്ക്കും അത് നാശകരമായി ഭവിക്കുമെന്നാണ് തമ്പുരാൻ പറയുന്നത്. ആമേൻ. വിശ്വാസികളോ പാസ്റ്റേഴ്സോ അറിയാതെ ദൈവത്തിൻ്റെ സ്തോത്രക്കാഴ്ചയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന സ്തോത്രക്കാഴ്ചയും ദശാംശവും മോഷ്ടിക്കുന്നത് ശരിയായ രീതിയാണോ? കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയും പോലെ ആയി പോയില്ലേ അത്? ആമേൻ. അതിനാൽ ഇതിന് വേണ്ടിയിട്ട് ഈ സഭയ്ക്കകത്ത് കയറി ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഭയ്ക്കകത്തോട് കയറുന്നതാണെന്നാണ് തമ്പുരാൻ പറയുന്നത്. സുഖമുണ്ടല്ലോ, വേലയ്ക്ക് വേണ്ട, ജോലിയുണ്ട, എന്താണ് പറയുക, കഷ്ടപ്പെടണ്ട. ഇങ്ങനെ സ്തോത്രകാഴ്ചയും ദശാംശമൊക്കെ സഭയുടെ വാടക കൊടുക്കാനും കറണ്ട് ബില്ലടയ്ക്കാനും വെള്ളത്തിൻ്റെ ബില്ലടയ്ക്കാനും ദൈവം തമ്പുരാൻ കൊടുക്കുന്ന കാശ്, സഭയ്ക്കകത്തുള്ള വിശ്വാസികളെ, പാവപ്പെട്ട വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി കർത്താവ് കൊടുക്കുന്ന കാശിനെ ഇങ്ങനെ കാണുമ്പം അതിൽ നിന്ന് ഇങ്ങനെ പതുക്കെ എടുത്ത് പോക്കറ്റിൽ വെച്ച് അങ്ങ് ജീവിച്ചാൽ സന്തോഷമുണ്ട്, സുഖമുണ്ട്, ഒന്നും അറിയേണ്ട ആവശ്യമില്ല, വേലയ്ക്ക് വേണ്ട. മനസ്സിലായേ? നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് 30 വയസ്സുവരെ തൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കീഴിൽ അടങ്ങിയിരുന്ന് അവൻ പണിയെടുത്തു എന്ന് പറയുന്നുണ്ട്. ദൈവം തമ്പുരാൻ ഈ ലോകത്ത് മനുഷ്യനായി ഇറങ്ങി വന്ന സമയത്ത്, അവൻ മനുഷ്യരൂപത്തിൽ വന്ന സമയത്ത് അവനിൽ ദൈവികത്വം ഉണ്ടായിരുന്നു, മാനുഷികമായ രൂപവും ഉണ്ടായിരുന്നു. ആമേൻ. അങ്ങനെ മനുഷ്യനായി ഇറങ്ങി വന്ന സമയത്ത് കർത്താവ് 30 വയസ്സുവരെ പണിയെടുത്തു എന്ന് ബൈബിൾ പറയുന്നുണ്ട്. നല്ല അന്തസ്സായിട്ട് അവൻ ജോലി ചെയ്ത് ജീവിച്ചതായി ബൈബിളിൽ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പള്ളി പോകുന്നവർക്ക് പണിയെടുക്കാൻ പാടില്ലാത്തതിൻ്റെ കാര്യം എന്താ? അധ്വാനിച്ച് ജീവിക്കുന്നത് ഒരു സുഖമുള്ള കാര്യമാണ്. ആമേൻ. ഞാൻ പണിക്ക് പോകുന്നുണ്ട്. പണിയെടുത്ത് 10 രൂപ കാശ് നമ്മുടെ കയ്യിൽ വാങ്ങുന്നത് ഒരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. ആമേൻ. മോഷ്ടിക്കണ്ട, ആരുടെ മുന്നിലും കൈ നീട്ടണ്ട. വല്ലവൻ്റെ മുതൽ കാണുമ്പം കൊതിയും പഠിച്ച് അതിനെ അടിച്ചു മാറ്റി പോക്കറ്റിൽ വെക്കാനൊന്നും നമുക്ക് തോന്നത്തില്ല. ഇത് വേലയ്ക്കും കൂലിക്കും പോകാത്ത ആൾക്കാർക്കാണ് എന്താണ് പറയുക, ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കാശ് അടിച്ചു മാറ്റാൻ തോന്നുന്നു. അല്ലെങ്കിലും അല്ലെങ്കിലും ചിലർക്ക് അതൊരു ശീലമാണ്. ആരുടെയെങ്കിലും മുതൽ മോഷ്ടിച്ച് ജീവിച്ചില്ലെങ്കിൽ അതൊരു ആകപ്പാട് ഒരു ടെൻഷനാ, ഒരു ഇതാ. തമ്പുരാൻ പറയുന്നു, നീ ആ പരിപാടി നിർത്തിക്കോ. നിർത്തിയാൽ പിതാവായ ദൈവത്തെങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവെങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകുമെന്ന് കർത്താവ് അരുളി ചെയ്തു. ആമേൻ. കർത്താവ് ഇതിനകത്ത് പറയുന്നു, 5-ാം വാക്യത്തിൽ തമ്പുരാൻ പറയുന്നു, ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്ന് സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല. കർത്താവിനെ എന്താണ് പറയുക, ശുദ്ധ ഹൃദയത്തോടു കൂടി മാത്രം സമീപിക്കുക. നല്ല ആജ്ഞയുടെ ഉപദേശം, നല്ല മനസ്സാക്ഷിയോടുകൂടി കർത്താവിനെ സ്നേഹിക്കുക, നല്ല മനസ്സോടെ ദൈവത്തമ്പുരാനെ സ്നേഹിക്കാം.
അല്ലാതെ കർത്താവിനെ എങ്ങനെ പറ്റിക്കാം, ചതിക്കാം, വഞ്ചിക്കാം, ദ്രോഹിക്കാം എന്ന് വിചാരിച്ച് ആരും കർത്താവിൻ്റെ അടുക്കൽ ചെല്ലണ്ട. നിർവ്യാജ വിശ്വാസം, കളങ്കമില്ലാത്ത സ്നേഹത്തോടെ, എന്താണ് പറയുക, കാപട്യമില്ലാത്ത സ്നേഹത്തോടെ കർത്താവിനെ വിശ്വസിക്കണം. ആമേൻ. എന്നിവയാൽ ഉളവാകുന്ന സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം. അല്ലാതെ സഭയ്ക്കകത്ത് കയറി എങ്ങനെ ദൈവത്തിൻ്റെ പൊരുൾ മോഷ്ടിക്കാം എന്ന് ചിന്തിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹമല്ല. ആമേൻ. അത് ദൈവഭയത്തിൽ മുറുകെ പിടിക്കാത്ത വ്യക്തികളുടെ സ്വഭാവമാണ്. ആമേൻ. കർത്താവിനോടുള്ള സ്നേഹം നിഷ്കളങ്കമായി സ്നേഹമായിരിക്കണം. ശുദ്ധ ഹൃദയത്തോടെ വേണം ദൈവത്തെ സമീപിക്കാൻ. നല്ല മനസാക്ഷിയോട് വേണം കർത്താവിനോട് പ്രാർത്ഥിക്കാൻ. അല്ലാതെ മനസ്സിലൊന്നും പുറമേക്ക് വേറൊന്നും വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ ചെന്നിരിക്കരുത്. തമ്പുരാൻ ഈ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, സ്വാർത്ഥ ലാഭങ്ങളെ ദൈവം കണക്കിലെടുക്കുന്നില്ല. സ്വാർത്ഥരുടെ ലക്ഷണം എന്താണ്? അവൻ ഞാൻ വളരണം, എനിക്ക് ജീവിക്കണം, എൻ്റെ കുടുംബം മാത്രമേ രക്ഷപ്പെടാൻ പാടുള്ളൂ, എൻ്റെ മക്കൾ മാത്രമേ നന്നാവാൻ പാടുള്ളൂ, മറ്റുള്ളവർ എങ്ങനെ പോയാലും എനിക്കൊന്നുമില്ല, അവർ ചത്താലും എനിക്കൊന്നുമില്ല, അവർ തിന്നാലും എനിക്കൊന്നുമില്ല, അവർ കുടിച്ചാലും എനിക്കൊന്നുമില്ല, എനിക്ക് കിട്ടണം, ഞാൻ ജീവിക്കണം, എനിക്ക് രക്ഷപ്പെടണം. ഇതാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. ഈ പ്രാർത്ഥന കർത്താവ് കേൾക്കത്തില്ല എന്ന് ബൈബിളിൽ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് ദൈവം തമ്പുരാൻ്റെ അടുക്കലോട്ട് ആരും ചെല്ലുകയും വേണ്ട. അതിനാൽ തമ്പുരാൻ പറയുന്നു, നീ ചെയ്യുന്ന പ്രവൃത്തി എത്രയും പെട്ടെന്ന് നിർത്തുക, അല്ലെങ്കിൽ കർത്താവിന് നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെയും ശിക്ഷിക്കേണ്ടി വരുമെന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. എന്നോട് പറഞ്ഞാൽ ഞാൻ പറയും. അത് എത്ര വലിയ കൊലകൊമ്പന്റെ മുമ്പിൽ ചെന്ന് കർത്താവ് നീ അവനോട് ഇന്നത് പറയും എന്ന് പറയാൻ ഞാൻ പറയും. എനിക്ക് പേടിയൊന്നുമില്ല. കാരണം ഞാൻ മരിച്ചാലും കർത്താവിനോട് കൂടെ, ഞാൻ ജീവിച്ചാലും എൻ്റെ ദൈവത്തോട് കൂടെ. ആമേൻ.